ഉമർ നബിയുടെ ഗുരു ജാസിൽ ബിലാൽ വാനി, ഡാനിഷ് എന്നാണ് വിളിപ്പേര്. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഖാണ്ടി നഗറിലാണ് ഇയാൾ താമസിക്കുന്നത്. ഈ സ്ഫോടനത്തിന് മുൻപ് ഉമറിനെ കണ്ടിരുന്നു എന്നും ഇതിലും വലിയ സ്ഫോടനം ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഇയാൾ ഇപ്പൊ NIA കസ്റ്റഡിയിലാണ്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മളൊരു ക്ലീൻഷായിട്ട് പറഞ്ഞാൽ പോലും NIA പോലും ഞെട്ടിയെന്നാണ് കേൾക്കുന്നത്. അത്ര വലിയ തരത്തിലുള്ള സ്ഫോടനത്തിനാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് ഉമർ നബി ചാവേറായതും എന്നാണ് പറയുന്നത്. അപ്പോ ഈ കൊടും ഭീകരനായ ഈ ജാസിർ പിടിയിലാകുമ്പോൾ ഇവരുടെ വേരുകൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയില്ലേ? ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ലല്ലോ ഈ ഇപ്പൊ ഇവനെ പിടിച്ചേക്കുന്ന കാശ്മീരിൽ. ഈ കാശ്മീർ വിഷയത്തിനകത്ത് ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇവർക്കുള്ള പിന്തുണ, ഇതിനു വേണ്ടിയുള്ള ഒരുക്ക് എത്ര ഉള്ളതാണ് എന്നതിന് തെളിവല്ലേ ഇന്നലെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി, അവരുടെ പേരെന്താ, PDP നേതാവ്, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിത, അവരിന്നലെ പറഞ്ഞ എന്തുവാ, ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ല, അതിന് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. രക്തസാക്ഷിത്വ മുഹമ്മദ് മുഫ്തി, രക്തസാക്ഷിത്വ മുഫ്തി ഇവിടെ കാശ്മീരിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന അല്ലെങ്കിൽ താല്പര്യം, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനനുസൃതമല്ലാത്ത കാര്യങ്ങൾ അവിടെ നടപ്പാക്കുന്നതിനുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ നടന്നേ ഉള്ളൂ. അതായത് ഇവൻ നടത്തിയ സ്ഫോടനവും അല്ലെങ്കിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കകത്തെ പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ശരിയാണെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പം ഈ പിടിച്ചവൻ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനത്രയും വലിപ്പമുണ്ട്, അതിനത്രയും സപ്പോർട്ടുണ്ട്. ഇപ്പം ഈ പറയുന്നവനെ, അവന്റെ പേര് ഡാനിഷ്, അങ്ങനെ പറയുന്ന വലിയ മറ്റേ പേര് വലിയ പണ്ടാരം തുടങ്ങിയ പേര്, നീളത്തിലുള്ള പേരല്ലേ, പേരൊക്കെ PhD ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ വളരെ വിചിത്രമാണ്. അപ്പം ഈ ഡാനിഷ് എന്ന് പറയുന്നവൻ, ഇദ്ദേഹം ഡോക്ടറാണ്. ഡോക്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലേ, രക്തസാക്ഷി ഇതുപോലെ പൊട്ടിത്തെറിപ്പിക്കുന്നവരെ അവരെ ചെറുതായിട്ട് കാണുന്നില്ല, അവർ രക്തസാക്ഷികളാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിഷേധാർഹമാണ്, ഈ രാജ്യത്തിന്റെ രക്ഷപ്പെടലിന് വേണ്ടിയാണ്, മറ്റു കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവനെ ഇന്നലെ പിടിച്ചവൻ, ഈ ഡാനിഷ് എന്ന് പറയുന്നവൻ, നമ്മുടെ ഒരു രാജ്യത്തിനകത്ത് ഒരു ഡ്രോൺ ഉണ്ടാക്കുന്നതിനും ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നതിനും എന്ത് വലിയ സാങ്കേതിക വിദ്യ വേണം, എത്ര വലിപ്പത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇവൻ റോക്കറ്റും ഡ്രോണുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശീലനം ഡോക്ടർക്ക് ഉൾപ്പെടെ മിസൈലും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ നിസ്സാരക്കാരനാണോ? നമ്മൾ നിസ്സാരണ, നാം പാകിസ്ഥാൻ ഉൾപ്പെടെ പല ലോകത്തിന്റെ പലയിടത്തും ഈ പറയുന്ന ഭീകരന്മാര് അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ ഉണ്ട്. നമുക്ക് ചിലയിടങ്ങളിൽ ഹൂത്തി അവിടെയൊക്കെ അവർ ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആ വലിപ്പത്തിലേക്ക് മിസൈലുകളും ഡ്രോണുകളും സൃഷ്ടിക്കാൻ കഴിയുന്ന വലിപ്പത്തിലേക്ക് ഉള്ള ആളുകളും അതിൻ്റെ സാങ്കേതിക വിദ്യയും അതിന് വേണ്ടിയുള്ള ഗ്രൗണ്ടും ഒരുക്കാൻ ഇന്ത്യയിൽ ഇത് കഴിയുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോൾ ഈ പിടിച്ചവൻ നിസ്സാരക്കാരനല്ല. അതിന് കാരണം ഈ പിടിച്ചവൻ നിസ്സാരക്കാരനല്ല, അതിനുള്ള ഗ്രൗണ്ട് ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നു, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നു. ഇതിൻ്റെ അല്ലെങ്കിൽ പരിശോധിച്ച് വന്നപ്പോൾ ഏറ്റവും അത് തന്നെ ശരിയാണെന്ന് അറിയത്തില്ല, 2022 തൊട്ട് തുർക്കിയിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയും ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഇതിനു വേണ്ടിയുള്ള ഫണ്ടും ഇതിനു വേണ്ടിയുള്ള ആൾക്കാരെയും എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുക. തുർക്കിയിൽ നിന്ന് കമാൻഡ് കൊടുക്കുന്നു, ഇവിടെ അതിനുള്ള ആളുണ്ടാകുന്നു, ഇവിടെ അതിന് തീരുമാനമെടുക്കാൻ പല വിങ്ങുകളായിട്ട്. നമ്മൾ ഈ പറയുമ്പം ഇപ്പോൾ ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നതിനെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ ഇതിനകത്ത് സംവിധാനം കാണും. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിൽ ഡോക്ടർമാർ മാത്രമാണ് പിടിയിലായവരെല്ലാവരും ഡോക്ടർമാരാണ്. ഇയാളിപ്പോ ഡോക്ടറല്ല, ഇവന്റെ സഹായിയാണ്. പക്ഷെ ഈ ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ അത്രയും തലക്കകത്ത് ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ളവരുണ്ടെങ്കിലല്ലേ ഇതൊക്കെ നിർമ്മിക്കാൻ കഴിയൂ. വെറുതെ നിൽക്കുന്നവരത്തിന് ഇതൊന്നും നിർമ്മിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പലരെയും നമ്മൾ സംശയിക്കേണ്ടി വേണം. നേരത്തെ അങ്ങനെ വന്നല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരുത്തനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഈ മിസൈലുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള രഹസ്യത്തിന്റെ ചോർത്തുന്ന ഒരാളിനെയല്ലേ പിടിച്ചത്. അല്ലെങ്കിൽ അവനെ കുറെ കാലങ്ങളായിട്ട് പുറകെ നടന്ന് പിടികൂടി പേര് ഞാൻ ടോക്ക് ചെയ്താ ഓർമ്മയില്ല. ഇവിടുത്തെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ കടത്തി കൊടുക്കുന്നതിനും നമ്മുടെ ബഹിരാകാശ
സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിനും ഒക്കെ 80 തൊട്ട് അവനിപ്പോൾ 60 വയസ്സുണ്ട്, ഇപ്പോഴും അവനെ പിടിക്കുന്നത്. അതിനകത്ത് ഒരു വട്ടം ചോർത്തുമ്പം സാധനം കണ്ടന്റ് ഇല്ലെങ്കിൽ അവന്മാർ പിന്നെ പൈസ കൊടുക്കുമോ, ഇവനെ നിർത്തുമോ? ഇപ്പം ഇത്രയും നാൾ ചോർത്തി കൊടുക്കുമ്പോൾ എന്തൊക്കെ കണ്ടന്റ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മുടെ സൈന്യത്തിനകത്തും മറ്റു പല സംവിധാനത്തിനകത്തും ഒക്കെ നമ്മളെ ഒറ്റുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, ഇല്ലാതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഈ അവസ്ഥയായിരുന്നെങ്കിൽ കുഴപ്പങ്ങളൊന്നും എങ്ങും സംഭവിക്കത്തില്ലല്ലോ. പോലീസിനകത്തുണ്ടാവും, സൈന്യത്തിനകത്തുണ്ടാവും, മറ്റു പലതിനകത്തുണ്ട്. ഇതിനകത്തെല്ലാം ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള രഹസ്യാന്വേഷണ വിഭാഗവും ഇവരറിയാൻ നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ കിടക്കുന്നത് കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്. ഞാനീ പറഞ്ഞു വന്നതുകൊണ്ടാണ്. ഡോക്ടർമാർ മാത്രമല്ല, ഡോക്ടർമാരുടെ ഈ ഡോക്ടറെ പിടിക്കുന്നു, ഇത്തരത്തിലൊരു വിങ്ങികളെ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. ഇപ്പം ഇത് തന്നെ ഡോക്ടർമാർ നേരത്തെ കേരളത്തിൽ തന്നെ ഉൾപ്പെടെയുള്ള നിങ്ങൾ കണ്ടില്ലായിരുന്നു, നമ്മളാരും ശ്രദ്ധിക്കാൻ പോയി. ഡോക്ടർമാരുടെ, മുസ്ലിം ഡോക്ടർമാരുടെ മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അസോസിയേഷൻ എന്ന് വെച്ചാൽ ഔദ്യോഗികമല്ലാത്ത അസോസിയേഷൻ, അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് 322. എന്തിനാ മുസ്ലിം ഡോക്ടർ? നമ്മൾ ഡോക്ടർമാരെ അങ്ങനെ കാണാറുണ്ടോ? ഇല്ല. നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ അസുഖമായിട്ട് ചെല്ലുമ്പോൾ മുസ്ലിം ആണോ ഡോക്ടർ, ഹിന്ദു ആണോ ഡോക്ടർ, ക്രിസ്ത്യാനിയാണോ ഡോക്ടർ എന്ന് പറയുന്നത് കാണുന്നില്ല. അപ്പൊ അവർക്ക് എന്തിനാ ഒരു മുസ്ലിം ഡോക്ടർമാരുടെ കൂട്ടായ്മ? അപ്പൊ അവർക്ക് എന്തൊക്കെ അജണ്ട ഉണ്ടല്ലോ, അവർക്ക് എന്തൊക്കെ പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏതൊക്കെ മേഖലയിലുണ്ടെന്ന് നമ്മുടെ പോലീസിനകത്ത് കൊണ്ട് പച്ച വെളിച്ചം കേട്ടിട്ടുണ്ടായിരുന്നു. പോലീസിനകത്ത് ആ സംവിധാനം ഉണ്ട്. ഇപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാനസികാവസ്ഥ ഉള്ളവരും ചിലപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അവർ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ പ്രവർത്തനമൊന്നും ഇല്ലെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയായിട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരുത്തം ചെന്നാൽ അവനെ ഇടിച്ചവന്മാർ നോക്കും ഈ വൈരാഗ്യം വെച്ചിട്ട്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വകുപ്പുകൾ ചേർക്കും, ചുമ്മാതുള്ള നിരപരാധിയാണെങ്കിൽ പോലും. അതുപോലെ വലിയ മേഖലയില്ലേ, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം എത്രത്തോളം ഇതിൻ്റെ വലിപ്പമുണ്ട്, എത്രത്തോളം ഇത് പ്രശ്നത്തിലായിട്ടുണ്ട് എന്നതിനെപ്പറ്റി നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ യുവന്മാർ പ്ലാൻ ചെയ്തിരുന്ന സംഭവം സീരിയലായിട്ട് ബോംബിംഗ് അല്ലേ. D6 മിഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടി ആ അയോധ്യയിൽ അമ്പലം ഉൾപ്പെടെ 6 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരേ സമയത്ത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരേ സമയത്ത് ഒരേ ടൈമിൽ അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരു സീരിയലായിട്ട് ബോംബ് ബ്ലാസ്റ്റ്. അപ്പം വളരെ വിദഗ്ധമായിട്ട്, അല്ലെ നിസ്സാരക്കാരൻ ഒരുത്തനൊരു ഓലപ്പടക്കമൊക്കെ ഉണ്ടാക്കി, അല്ലെ ഒരു പൈപ്പ് ബോംബ് ഉണ്ടാക്കി, അല്ലെങ്കിൽ പെട്രോൾ ബോംബ് ഉണ്ടാക്കി കൊണ്ടുപോയി എറിയുന്നത് പോലെ അല്ലായിരുന്നു. ഇതിൻ്റെ വലിയ വലിപ്പത്തിലായിരുന്നു ഇതിൻ്റെ പ്ലാനിങ്. ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവന് ട്രെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്, ഇവനിപ്പോൾ കാർ കൊണ്ട് പോയി പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ കാർ കൊണ്ട് പോയി പൊട്ടിത്തെറിച്ചല്ല, കാർ കൊണ്ട് പോയപ്പോൾ ബോംബ് ഉണ്ടാക്കാൻ പോയപ്പോൾ ആ വഴിയിൽ വെച്ച് ചെറിയ സ്ഫോടനം. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചില്ലേ, ഈ ലൈറ്റിൻ്റെ പോലും ചെറിയ ചൂടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അത്രയ്ക്ക് വലിയ മാരകമായിരുന്നു. അതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഇവൻ്റെ കാരണത്തിന് ഇത് പൊട്ടിത്തെറിപ്പിച്ചതല്ല, അവനതുകൊണ്ട് ബോംബാക്കാൻ പോയതാണ്. ബോംബാക്കിക്കൊണ്ട് അവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇവൻ വൈദഗ്ധ്യം പല മേഖലയിൽ നേടിയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കാർ ബോംബിൻ്റെ കൂടെ നമുക്ക് ഡ്രോണുകൾ വേണം, അല്ലെങ്കിൽ നമുക്ക് മിസൈലുകൾ വേണം. കാരണം ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരും, ഇവിടുത്തെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ എല്ലാ നിരീക്ഷണവും നടത്തും. ഒരു ഡ്രോൺ നിരീക്ഷണം ഉദ്ദേശിക്കത്തില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു റോക്കറ്റ്, കാരണം ഇന്ത്യക്ക് അകത്തു നിന്നുള്ള റോക്കറ്റോ ഒരു ഡ്രോണോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതേ രീതിയിലേക്ക് പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലേക്കുള്ള വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത് നിസ്സാരമായിട്ടല്ല. ഇപ്പം ഇനി ഓരോന്നോരോന്ന് പിടിച്ചു വരും പറയും. കാരണം പിടിച്ചാൽ മതി. ഈ ബന്ധങ്ങൾ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം അവന്മാർ കോഡ് നെയിം കൊടുത്തിരുന്നുണ്ടല്ലോ, ബിരിയാണി, അതിൻ്റെ ഓരോ പേര്, അതുപോലെ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് ആഘോഷം എന്നുള്ളൊരു പേര്, ആ പേരുകൾ ഓർക്കുന്നില്ല. ഇതെല്ലാം കോഡ് വർക്കിലായിരുന്നല്ലോ കാര്യങ്ങൾ. അപ്പോൾ എത്ര വലിയ രീതിയിൽ അവർ ഓപ്പറേറ്റ്, ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു നിഗൂഢമായ, അല്ലെങ്കിൽ ഇതിൻ്റെ ചുരുൾ നമ്മൾ പലതും പറയുന്നത് പോലെ ഇതൊരു അനുഗ്രഹമായി പിടിച്ചുകൊണ്ട് വന്നു, ഒരു പൊട്ടിത്തെറി ഉണ്ടായി, വലിയൊരു, അല്ലെങ്കിൽ ഇത്രയും വിശാലമായിട്ടുള്ള അന്വേഷണം വരത്തില്ല. ഇപ്പോൾ 8, 9, 10 ഡോക്ടർമാരെ പിടിക്കത്തേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ അവന്മാരെ 2-3 കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഈ സ്ഫോടനം നടന്നതുകൊണ്ടും പൊട്ടിത്തെറി നടന്നതുകൊണ്ടും ഒക്കെയാണല്ലോ ഇതിന് കൂടുതലങ്ങ് ആഴത്തിലേക്കും, അല്ലെങ്കിൽ ഇതൊരു വലിയ വലിപ്പത്തിലുള്ള സാധനമാണെന്നുള്ള രീതിയിലേക്ക് ഒരു അന്വേഷണം വരുന്നത്. അല്ലാതെ ഈ ഡോക്ടർമാരെ ഇപ്പം ഇവനെ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 8 ഡോക്ടർമാരെ പിടിച്ചു, അവരെല്ലാം പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിന് അത്രയും ഒരു പ്രാധാന്യം കൊടുക്കുക, ഇത്രയും ആഴത്തിലേക്കുള്ള അന്വേഷണം വരികയോ ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഇവരെ പിടിച്ചതനുസരിച്ച് അല്ലെങ്കിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചതനുസരിച്ച് 30 കാറുകൾ മേടിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ബാക്കി ഈ 3 27 കാറുകൾ എവിടെ ആയിരുന്നെന്നോ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുമെന്നോ ഉള്ളതൊക്കെ വരുമ്പോൾ അതിൻ്റെ അന്വേഷണത്തെ പറ്റി വിശാലമായിട്ട് വരുന്നതുകൊണ്ടായി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ അന്വേഷണം വരുന്നത്.
പൊട്ടിത്തെറിച്ചു എന്നുള്ളത് അനുഗ്രഹമാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് വഴിത്തിരിവായി. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം 25-ാം തീയതി മോദി അയോധ്യയിൽ കാവിക്കൊടി ഉയർത്തുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഉണ്ട് ഈ രാമക്ഷേത്രത്തിൽ. അതിനകത്ത് കാറടിച്ച് കയറ്റാൻ എന്താ, അതിനകത്തൊന്ന് പിടിച്ചു കഴിഞ്ഞപ്പം ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഡിസംബറിൽ. അപ്പോൾ ഇതവര് ഒരു ആഗസ്റ്റ് 15-നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദീപാവലിക്ക് വളരെ കൂടുതലായിട്ട് ബോംബ് ബ്ലാസ്റ്റുകൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അവരത് നിരാശരല്ല. അവർ ഓരോന്നിങ്ങനെ വൺ ബൈ വണ്ണായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നോക്കി അതിനൊരു സാധ്യത ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നോക്കി അതിനൊരു സാധ്യത ഉണ്ടായിട്ടില്ല അടുത്തപ്പോൾ ഇങ്ങനെ ഡിസംബർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നടന്നേനെ. അതുപോലെ അതിന്റെ വ്യാപ്തി വലിയ വലുപ്പത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തുടനീളം. അപ്പോൾ ഡൽഹി മാത്രമൊന്നുമല്ല, പലയിടത്തു നിന്നാണല്ലോ ഇപ്പോൾ ആൾക്കാരെ പിടിക്കുന്നത്. കേരളത്തിൽ നിന്നും പിടിച്ചെന്ന് പറയുന്നുണ്ട് 4 പേരെ. ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. അഥവാ അങ്ങനെ ഔദ്യോഗിക റിപ്പോർട്ട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ഞാനൊരു പ്രാവശ്യം നിങ്ങൾ കേൾക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ഈ രഹസ്യാന്വേഷണം. ഇപ്പം കൊല്ലത്തുനിന്ന് ഒരു ബാറിൽ, അപ്പം ഞാൻ ബാർ വലിയ ഹോട്ടലാണ്, ഇതിനകത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഗേറ്റെല്ലാം ക്ലോസ് ചെയ്തു. 2 പട്ടാളത്തിൻ്റെ പോലൊരു വണ്ടി, ഇതിനകത്ത് ഏജൻസി ഏതാണെന്നും പോലും എഴുതിയിട്ടില്ല. അതിനകത്ത് 3-4 പേരും ഇങ്ങോട്ട് വന്നിട്ട് ബാറിനകത്ത് ഒരുത്തം ഇങ്ങോട്ട് കയറി. അതിൻ്റെ മുമ്പ് അവിടുത്തെ SP ഉൾപ്പെടെയുള്ള പോലീസ്, നമ്മുടെ കേരളത്തിൻ്റെ പോലീസ് വന്നിട്ട് പറഞ്ഞു ആവശ്യമില്ലാത്തവരെല്ലാം ഇറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നില്ല തൽക്കാലത്തേക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങോട്ട് 3-4 വലിയ കമാൻഡോസിൻ്റെ പോലുള്ള ആൾക്കാർ വന്നു. ഒരുത്തനെ അതിനകത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി പോയി. കരുതു പത്രത്തിൽ പോലും വാർത്തയില്ല ഇവനെ എവിടെ കൊണ്ടുപോയി ആരാ എന്തോന്നും കുറേ കാലങ്ങൾക്ക് മുമ്പ് അറിയത്തില്ല. ഇപ്പോൾ NIA പോലുള്ള സംഭവമാണ്, അതുപോലുള്ള കക്ഷിയാണ്. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്കൊരു അവർ വരും, പോലീസിൻ്റെ അടുത്ത് പോലും പറയത്തില്ല. പോലീസിൻ്റെ അടുത്ത് പോലും എന്താ മിഷൻ, എവിടെയാണ് പോകേണ്ടതെന്ന് പറയത്തില്ല. ഇവരിങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ NIA അല്ലെങ്കിൽ ഇതുപോലെ പട്ടാളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമല്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് എസ്കോർട്ട് വേണമെന്ന് പറയും. എവിടെയാണെന്ന് പോലും ചോദിക്കാൻ പറ്റത്തില്ല. SP റാങ്ക് ഉൾപ്പെടെ ഉള്ളവരാണെങ്കിൽ അവരുടെ വന്നോട്ട് വന്നത് അവരുടെ കയ്യിൽ കമാൻഡോസ് സംവിധാനം എല്ലാം ഉണ്ട്, പിടിച്ചുകൊണ്ടുപോകും. പിന്നെ അവൻ എവിടോട്ട് പോയെന്ന് ബന്ധുക്കൾക്ക് പോലും അറിയത്തില്ല. അവൻ്റെ ബന്ധുക്കൾ തിരക്കി നടക്കുന്നുണ്ട്, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇതേ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനവും ധൈര്യവും സിസ്റ്റവും കാര്യങ്ങളും രഹസ്യാത്മകതയും ഒക്കെ ഇതിന് ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ചോണം. ഇവരെ നിസ്സാരക്കാരായിട്ട് കാണാൻ പറ്റത്തില്ല. അവരുടെ മിഷൻ അതിനനുസരിച്ചുള്ള പരിശീലനവും ഇതുപോലെയുള്ള ഒരു വലിയ രാജ്യത്തിനകത്ത് ഇതുപോലെ രഹസ്യാന്വേഷണ സംവിധാനത്തെയും ഇവിടുത്തെ പല സംവിധാനങ്ങളെയും ചെറുതായിട്ടുള്ള സംവിധാനങ്ങളല്ല മറികടക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ അവരെയും വലിപ്പത്തിൽ തന്നെ കാണേണ്ടി വരും. ഏതായാലും ഇപ്പം ഓരോന്നോരോന്ന് പൊളിഞ്ഞു വരുന്നു. അപ്പം നമുക്കതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ശരിയായ പേരും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ ഏജൻസികൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അത്തരത്തിൽ കണ്ടെത്തുന്നതിന് വൈദഗ്ധ്യമുള്ള ഏജൻസികൾ തന്നെയാണ്. ഏതായാലും പിടിച്ചു വരുമ്പോൾ ഇതൊന്നും ചെറിയ മീനുകളല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്.